ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ആളുകൾക്കെതിരെ നടപടി വരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പ്രതിപട്ടികയിൽപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യും. സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് ഇന്ന് തുടക്കമാകും. MG പ്രതീഷ് ആയിരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രതിപട്ടികയിലുള്ളവരിൽ 2 പേരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർവീസിൽ ഇപ്പോഴും തുടരുന്നത്. ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെതിരെ നേരത്തെ അച്ചടക്ക നടപടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു. ഇനി അവശേഷിക്കുന്ന ഒരാൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറാണ്. സുനിൽകുമാറിനെതിരെ ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം നടപടി സ്വീകരിക്കും. ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തീരുമാനം എടുക്കുക. ഒപ്പം ഈ ബാക്കിയുള്ള പ്രതിപട്ടികയിലുള്ളവർ ഈ നേരത്തെ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചവരാണ്. ഇവർക്കെതിരെ ഏത് തരത്തിൽ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തിരിച്ചുപിടിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള നടപടികൾ ഈ കോടതി ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ വിധി വന്ന ശേഷമായിരിക്കും ദേവസ്വം ബോർഡ് നടത്തുക. പക്ഷേ നിലവിൽ സർവീസിൽ കഴിയുന്ന ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനം. ഇന്ന് രാവിലെ 10 മണിക്ക് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി ഉൾപ്പെടെ വിലയിരുത്തും. ഈ സ്മാർട്ട് ക്രിയേഷനിൽ ഉൾപ്പെടെ കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. നിലവിലെ അന്വേഷണ പുരോഗതി ഒപ്പം സന്നിധാനത്തുൾപ്പെടെ ജസ്റ്റിസ് KT ശങ്കറിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടന്നു വരികയാണ്. ഇക്കാര്യങ്ങളിലടക്കം ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ഈ അവലോകനം ചെയ്യും. ഒപ്പം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നടക്കാനിരിക്കുകയാണ്. അക്കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ തുലാമാസ പൂജകൾക്കായി 17-ാം തീയതിയാണ് ശബരിമല നട തുറക്കുന്നത്. ഈ നട തുറക്കുന്ന 17-ാം തീയതി ആയിരിക്കും ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത്. ഈ കാര്യങ്ങളിലടക്കം ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം അജണ്ട വച്ച് ചർച്ച ചെയ്യുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.